നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളി. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി 77.81%, BHSCയിൽ 70%വുമാണ് വിജയം. 30,145 വിദ്യാർത്ഥികൾക്കാണ് ഹയർ സെക്കൻഡറിയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. ദേശീയപാത 66-ൽ ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണതിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ്. നിർമ്മാണത്തിലെ പിഴവിൽ കേരള സർക്കാരിനോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനോ ഉത്തരവാദിത്തമില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വീഴ്ചകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയപാത ഇടിഞ്ഞു താണ സംഭവത്തിൽ പ്രവൃത്തി കരാറെടുത്ത കമ്പനിയായ KNR കൺസ്ട്രക്ഷൻ ദേശീയപാത അതോറിറ്റിയുടെ വിലക്ക്. പുതിയ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. പദ്ധതിയുടെ കൺസൾട്ടന്റായിരുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്കും വിലക്കുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായ KNRന്റെ പ്രോജക്ട് മാനേജർ M. അമർനാഥ് റെഡ്ഡി, ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ ചുമതലകളിൽ നിന്ന് നീക്കാനും NHAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ നിയമോപദേശം തേടി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയേക്കും. ഭൂമി വില കൊടുത്തു വാങ്ങിയ പ്രമാണം കൈവശമുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്ന നിരീക്ഷണം റിപ്പോർട്ടിലുണ്ടെന്നാണ് അറിയുന്നത്. നേരിട്ട് ഇടപെട്ട് അഭിപ്രായ ഐക്യമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കോടതി കണ്ടെത്തുന്നുവെങ്കിൽ സർക്കാർ ഇടപെട്ട് ഭൂമി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ ബന്ധു അറസ്റ്റിൽ. കൊല്ലപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപ് പോലും പീഡനം നടന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് കുട്ടിയോട് ആ സമയം അടുത്തിടപഴകിയവരിലേക്കുള്ള അന്വേഷണമാണ് അടുത്ത ബന്ധുവായ KV സുഹാഷിലേക്ക് എത്തിയത്. കുറ്റസമ്മതം നടത്തിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ജീവനോടെ പുഴയിൽ എറിയപ്പെട്ട കുഞ്ഞ് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പീഡനത്തിന്റെ സൂചനകളായ മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ പുഴയിലെറിഞ്ഞതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. അഡീഷണൽ SP M. കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് 2 കേസുകളും അന്വേഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭൂരിഭാഗം റേഷൻ കടകളിലും ഈ മാസം വിതരണത്തിന് സാധനങ്ങളില്ല. ട്രാൻസ്പോർട്ട് കരാറുകാർ ബിൽ കുടിശ്ശിക ലഭിക്കാത്തതിന്റെ പേരിൽ സമരത്തിലായതാണ് കാരണം. ചില കടകൾ കാലിയാണെങ്കിൽ മറ്റു ചിലതിൽ കാർഡുടമകൾക്ക് പൂർണ്ണമായ അളവിൽ നൽകാനുള്ള സാധനങ്ങളില്ല. കേന്ദ്ര സർക്കാർ സൗജന്യമായ റേഷൻ നൽകുന്ന മുൻഗണനാ കാർഡുടമകൾക്കും മെയിലെ വിഹിതം മുടങ്ങി. കേന്ദ്ര സർക്കാർ അധിക വിഹിതമായി റേഷൻ മണ്ണെണ്ണ അനുവദിച്ച് 50 ദിവസമായിട്ടും വിതരണം ചെയ്യാതെ കേരളം. ഡീലർമാരുടെ ട്രാൻസ്പോർട്ട് ചാർജ്, വ്യാപാരികളുടെ കമ്മീഷൻ എന്നിവയിൽ സർക്കാർ തീരുമാനം നീളുന്നതാണ് കാരണം. കഴിഞ്ഞ വർഷത്തെ വിഹിതം മുഴുവൻ കേരളം പാഴാക്കിയിരുന്നു. കാലവർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലുകൾക്ക് ജലവിഭവ വകുപ്പ് 8.25 കോടി രൂപ അനുവദിച്ചു. 14 ജില്ലകളിലെ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷം രൂപ വീതം 3.5 കോടി രൂപയും 10 മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷം രൂപ വീതം 2.5 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. തീരസംരക്ഷണത്തിന് 9 ജില്ലകളിലായി 25 ലക്ഷം വീതം 2.25 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഹയർ സെക്കൻഡറിയിൽ ഉപരിപഠന യോഗ്യത നേടാത്തവർക്കുള്ള സേ പരീക്ഷയും ഇംപ്രൂവ്മെന്റ് പരീക്ഷയും ജൂൺ 23 മുതൽ 27 വരെ നടക്കും. വിജ്ഞാപനം HSC പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് 10,000-ഓളം പേർ. ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഈ മാസവും അടുത്ത മാസവുമായി വേണ്ടിവരുന്നത് 3,000 കോടിയോളം രൂപ. ഇതിനായി 27 പൊതുവിപണിയിൽ കടപ്പത്രമിടക്കി 2,000 കോടി രൂപ സർക്കാർ കടമെടുക്കും. ഡൊണാൾഡ് ട്രംപിന്റെ പകരം തീരുവ പ്രാബല്യത്തിലാകും മുമ്പ് US-മായി ഇടക്കാല വ്യാപാര കരാർ ഇന്ത്യ ഒപ്പിട്ടേക്കും. ജൂൺ 9-നാണ് ഇന്ത്യക്കെതിരെയുള്ള 26% പകരം തീരുവ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനു മുൻപായി ഇടക്കാല കരാറിലൂടെ US-നെ പകരം തീരുവയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഏപ്രിൽ 2-നാണ് പകരം തീരുവ US ചുമത്തിയത്. എന്നാൽ പിറ്റേന്ന് തന്നെ 90 ദിവസത്തേക്ക് തീരുമാനം മരവിപ്പിച്ചു. പക്ഷേ 10% എന്ന കുറഞ്ഞ തീരുവ നിലവിൽ ബാധകമാണ്. സംസ്ഥാന സർക്കാരിന്റെ എൻ്റെ കേരളം പരിപാടിയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് 3 മണി മുതൽ 8 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിൽ അംഗവുമായിരുന്ന തേവള്ളി പൈനമ്മൂട്ടിൽ ഹൗസിൽ A. നജീമുദ്ദീൻ 73 വയസ്സ് അന്തരിച്ചു.
കേരള ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്ന നജീമുദ്ദീൻ സന്തോഷ് ട്രോഫിയിലെ ബേബി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മിച്ചൽ മാർഷലിന് IPL-ൽ കന്നി സെഞ്ചുറി, 64 പന്തിൽ 117 റൺസ്. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിന് 33 റൺസ് ജയം. ബംഗളൂരു, ഹൈദരാബാദ് ടീമുകൾ ഇന്ന് മത്സരിക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.